ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പം ഡിഡ് യൂസ് ചെയ്യണമോ ഹാവ് യൂസ് ചെയ്യണമോ, ഇത് പൊതുവേ എല്ലാവർക്കും തന്നെയുള്ള ഒരു ഡൗട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഇന്നലെ, കഴിഞ്ഞ വർഷം, കഴിഞ്ഞയാഴ്ച എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവിടെ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇന്നലെ നീ അവിടെ പോയോ എന്ന് ചോദിക്കണം. ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ? ഗോ എന്ന് പറഞ്ഞാൽ പോവുക, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പം ഇവിടെ ഇന്നലെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, നമുക്ക് ക്ലിയർ ആണ്. സോ അവിടെ ഡിഡ് യൂസ് ചെയ്യാം. ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ? ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, നമ്മൾ ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ്, അതായത് V1 ഫോം വേണം യൂസ് ചെയ്യാൻ. സോ പോവുക എന്ന് പറയാൻ ഗോ. ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ? ഇനി ഇതേപോലെ തന്നെ കഴിഞ്ഞയാഴ്ച അവർ വന്നോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് ദേ കം ലാസ്റ്റ് വീക്ക്? ഡിഡ് ദേ കം ലാസ്റ്റ് വീക്ക്? കം എന്ന് പറഞ്ഞാൽ വരിക, ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച. സോ ഇവിടെ രണ്ടും കഴിഞ്ഞ ഒരു കാര്യമാണെന്ന് ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യണം എന്നറിയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പം അമ്മമാർ ചോദിക്കാറുണ്ടല്ലേ, ഞാൻ തന്നുവിട്ട ഭക്ഷണം കഴിച്ചായിരുന്നോ, അല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം ഇത് ചോദിക്കുന്നത് വൈകുന്നേരമാണ്, പക്ഷെ ഉച്ചയ്ക്ക് നീ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പം അവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡിഡ്. ഡിഡ് യു ഹാവ് യുവർ ഫുഡ്? ഡിഡ് യു ഹാവ് യുവർ ഫുഡ് എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം കഴിച്ചോ എന്നാണ് മീനിങ്. ഇനി വൈകിട്ട് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ ലേറ്റ് ആയെന്ന് വെച്ചു. അപ്പം എല്ലാവരും തന്നെ ഡിന്നർ കഴിച്ചു. സോ നിങ്ങൾ കഴിക്കാൻ നേരത്തെ നിങ്ങൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ? ഇവിടെ എന്തുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്തത്? നമ്മൾ അത്താഴം കഴിക്കുന്നത് വൈകിട്ടാണല്ലേ. അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസൻറ്റിൽ തന്നെ കുറച്ച് നേരം മുമ്പായിട്ട് നടന്ന ഒരു ആക്ഷനെ പറ്റിയാണ് ചോദിക്കുന്നത്, അല്ലേ? അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. സോ ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ? നിങ്ങൾ അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ ഹാവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും V3 ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഹാവ് യു ഹാഡ് എന്നല്ലേ പറഞ്ഞേ? ഈ ഹാഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിക്കുക എന്ന് പറയാൻ വേണ്ടി ഒന്നുകിൽ ഈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഇവിടെ ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ഹാവ്, ഹാഡ്, ഹാഡ്. അതിലെ V3 ഫോമായ ഹാഡ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ എങ്ങനെ വരും? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ എന്ന് പറഞ്ഞാൽ നീ അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. അടുത്തൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വീട് പൂട്ടി ഇറങ്ങി. അപ്പം കാറിൽ കയറാൻ നേരത്ത് നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡ് ചോദിക്കുവാണ്, കതക് പൂട്ടിയിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു ലോക്ക്ഡ് ദ ഡോർ? ഹാവ് യു ലോക്ക്ഡ് ദ ഡോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കതക് പൂട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെയും തൊട്ട് മുമ്പായിട്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. ഇവിടെ ലോക്ക് എന്ന വെർബിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ലോക്ക്, ലോക്ക്ഡ്, ലോക്ക്ഡ്. അതിലെ മൂന്നാമത്തെ ലോക്ക്ഡ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഹാവ് യു ലോക്ക്ഡ് ദ ഡോർ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്ന് കതക് തുറക്കാൻ നേരത്താണ് താക്കോല് കാണുന്നില്ല. ആ സമയത്ത് നിങ്ങളോട് ചോദിക്കത്തില്ലേ, നിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു ലോസ്റ്റ് ദ കീ? ഹാവ് യു ലോസ്റ്റ് ദ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി ഇത് വേറൊരു രീതി കൂടി നമുക്ക് പറയാം. ഇപ്പം താക്കോല് കാണുന്നില്ല, അതുകൊണ്ട് കതക് തുറക്കാൻ പറ്റുന്നില്ല, അകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടല്ലേ. അങ്ങനെയുള്ളപ്പം അവിടെ ഹാവ് യൂസ് ചെയ്യണം. ഓക്കെ, ഹാവ് യു ലോസ്റ്റ് ദ കീ? ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നീ നിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ വിസിറ്റഡ് ലണ്ടൻ? ഹാവ് യു എവർ വിസിറ്റഡ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴെങ്കിലും ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. സോ ഇവിടെ
നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും, അതായത് ഈ ഒരു നിമിഷം വരെ എപ്പോഴെങ്കിലും ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ പ്രസൻറ്റ് ടൈമും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അവിടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാവ് യു എവർ വിസിറ്റഡ് ലണ്ടൻ? ഇനി കഴിഞ്ഞ മാസം നിങ്ങളൊരു വേൾഡ് ടൂറിലായിരുന്നു. അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി. അന്നേരം നമ്മൾ ചോദിക്കുവാണ്, നിങ്ങൾ ലണ്ടൻ സന്ദർശിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ എങ്ങനെ ചോദിക്കും? ഡിഡ് യു വിസിറ്റ് ലണ്ടൻ? ഡിഡ് യു വിസിറ്റ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലണ്ടൻ സന്ദർശിച്ചോ എന്നാണ് മീനിങ്. സോ ഇവിടെ ഡിഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും, അതായത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഡിഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം സബ്ജക്റ്റ് ഐ യു വി ദേ ആണെങ്കിൽ മാത്രം ഹാവ് യൂസ് ചെയ്യത്തുള്ളൂ. ഇനി സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് അവൾ എപ്പോഴെങ്കിലും ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അവിടെ അവൾ എന്ന് പറയാൻ ഷീ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാവിൻ്റെ സിംഗുലർ ഫോമായ ഹാസ് യൂസ് ചെയ്യുക. അപ്പം ഹാസ് ഷീ വിസിറ്റഡ് ലണ്ടൻ, ഹാസ് ഷീ വിസിറ്റഡ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ അവൾ എപ്പോഴെങ്കിലും ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഒരു എക്സാമ്പിളോടെ പറയാം. അവൻ വീട്ടിൽ വന്നിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാസ് ഹീ കം ഹോം? ഹാസ് ഹീ കം ഹോം എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നാണ് മീനിങ്. സോ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ഏതെങ്കിലും ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്റ്റിലെ ടൈം, അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഇനി പ്രസൻറ്റിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ തൊട്ടടുത്തായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. ഇനി ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഹാസോ ഹാവോ ആണെങ്കിൽ എപ്പോഴും V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇനി ഐ യു വി ദേ ആണെങ്കിൽ എപ്പോഴും ഹാവ് യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് വരുവാണെങ്കിൽ അവിടെ ഹാസ് വെച്ചിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്കിത് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.